സർ, നമ്മുടെ അയോധ്യ കേസിൽ വിധി വന്നു. അവിടെ ശ്രീരാമൻ്റെ രമ്യഹർമ്മ്യമായൊരു മനോഹരമായ ക്ഷേത്രം ഉയർന്നു. വിവാദങ്ങളൊക്കെ അവസാനിച്ചു. കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. അവരുടെ ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ, ഇടതുപക്ഷ സഹയാത്രികൻ, പരസ്യമായി ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമപ്രവർത്തകൻ ശ്രീനിവാസൻ ജെയിൻ കഴിഞ്ഞ ദിവസം ഈ കേസിൽ വിധി പറഞ്ഞ സുപ്രീം കോടതി ബെഞ്ചിലെ പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ നമ്മുടെ DY ചന്ദ്രചൂഡുമായിട്ട് ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിലെ ചോദ്യങ്ങൾ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. എന്താണ് സാർ ഈ വിവാദങ്ങൾക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് എന്ത് മറുപടിയാണ് കൊടുത്തത്? മറുപടി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് നമ്മുടെ വാർത്തകൾ എന്ന് പറയുന്നത് പോലെ, സത്യാനന്തര കാലത്തെ വാർത്തകൾ എന്ന് പറയുന്നത് പോലെ ചരിത്രവും പലപ്പോഴും സത്യമല്ല, മറിച്ച് വ്യാഖ്യാനങ്ങളാണ്. ഓരോ ചരിത്രകാരന്മാരുടെയും പക്ഷം അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ. ഇന്ത്യയിലെ ചരിത്രകാരന്മാരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ സഹയാത്രികരാണ്, അനുഗാമികളാണ്. റൊമീല താപ്പർ മുതൽ അങ്ങനെയുള്ള ഇർഫാൻ ഹബീബ് വരെയുള്ളവർ ആക്ടിവിസ്റ്റുകളും കൂടിയാണ്. അത്തരം ആളുകൾ ചരിത്രം നിർമ്മിക്കുമ്പോൾ അവർ ഒരു ഭാഗം അങ്ങ് കുഴിച്ചുമൂടും. സത്യത്തിൻ്റെ കുഴിച്ചുമൂടലാണ് നടക്കുന്നത്. പണ്ട് ബാബർ ഹൈന്ദവമായിട്ടുള്ള അവർ പരിപാവനമെന്ന് കരുതുന്ന ആ വിഗ്രഹങ്ങളുടെ എന്ന് പറയുമ്പോൾ ശിവലിംഗങ്ങളും അതിൽ ഉൾപ്പെടും. ആ ലിംഗങ്ങളുടെ കുഴിച്ചുമൂടൽ ആണ് നടത്തിയതെങ്കിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാർ സത്യത്തിൻ്റെ കുഴിച്ചുമൂടലാണ് നടത്തുന്നത്. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇന്ത്യ ഇടത്തോട്ടാണ് സഞ്ചരിച്ചിരുന്നത്, ഇന്ത്യ ഇടത്തോട്ടാണ് വന്നിരുന്നത്. ശരിയായ പക്ഷത്തായിരുന്നു ബാബർ എന്ന് പറയുന്ന ആക്രമണകാരി. ഇന്ത്യയെ ആക്രമിച്ച് ഇവിടുത്തെ വിശ്വാസങ്ങളെ, ഇവിടുത്തെ അറിവിനെ എല്ലാം കത്തിച്ചു ചാമ്പലാക്കാൻ ശ്രമിച്ച, അറിവെന്ന് ഞാൻ പറയുമ്പോൾ നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ, അത് മാത്രമല്ല സർവകലാശാലകളാണ്. ഒരുപക്ഷേ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ ഉള്ളതിനേക്കാൾ അവരുടെ മഹത്വം ആ പുസ്തകങ്ങളുടെ ശേഖരമാണ്. അതിനേക്കാൾ പുസ്തക ശേഖരം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവയ്ക്ക് തീ കൊടുത്തുകൊണ്ടും ഇന്ത്യയുടെ വിശ്വാസം, അതിൻ്റെ ജ്യോതിർലിംഗങ്ങളെ അല്ലെങ്കിൽ ലിംഗങ്ങളെ, വിഗ്രഹങ്ങളെയൊക്കെ മണ്ണിനടിയിലേക്ക് കുഴിച്ചു മൂടിക്കൊണ്ട് അവ ഇനി ഒരിക്കലും ഉയർന്നു വരാത്ത വിധം അവയ്ക്കുമേൽ പള്ളിയുടെ സ്തംഭങ്ങൾ, ഈ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവ നിർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു ധാർമ്മികമായ ബലാത്സംഗം, അതായത് മതപരമായിട്ടുള്ള ബലാത്സംഗം. ഒന്നിനെ മാറ്റി ഇപ്പോൾ അവിടുത്തെ രജപുത്ര രാജാക്കന്മാരുടെ ഭാര്യമാരെ വിളിച്ച് തങ്ങളുടെ അന്തഃപുരങ്ങളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് സ്വന്തം ഭാര്യമാരാക്കുന്നത് പോലെ മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തെ കുഴിച്ചു വീണിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അത് എന്നേക്കുമായി ഇല്ലാതാക്കി എന്നൊരു വിശ്വാസത്തിൽ നിന്നിരുന്ന ബാബറിനെ പോലെയുള്ള, ഗസ്നിയെ പോലുള്ള, ഘോറിയെ പോലുള്ള രാജാക്കന്മാർ, ഘോരന്മാരായിട്ടുള്ള രാജാക്കന്മാർ, അവർ തെറ്റുകാരല്ല, അവരെല്ലാം പരിശുദ്ധന്മാരാണ്. ഇപ്പോൾ അരുന്ധതി റോയി പറയുന്നത് പോലെ പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ പൗരന്മാർക്ക് മേൽ ആക്രമണം നടത്തിയിട്ടില്ല. ഇന്ത്യയാണ് ആക്രമണം. പറഞ്ഞു നാക്കെടുത്തില്ല. അതിനു മുമ്പേ പക്തൂൺ മേഖലയിൽ ബോംബിങ് നടത്തി സ്ത്രീകളും കുട്ടികളും അടക്കം 30 പേരെ കൊന്നു പാക് സൈന്യം. എനിക്ക് പോകുന്ന അള്ളാഹുവിന് പോലും സഹിക്കാൻ വയ്യാതെ വന്ന അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ അന്തരന്ധതയുടെ വർത്തമാനം കേട്ടിട്ട്, തിരുവരുൾപ്പാട് കേട്ടിട്ട്, വെളിപാടുകൾ കേട്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഒരക്ഷരം പോലും അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല. അത് കൊടുത്തു, കിട്ടി, നമ്മളാരും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്ര നിർമ്മിതിയുടെ പക്ഷപാതം അതാണ് DY ചന്ദ്രചൂഡ് സൂചിപ്പിച്ചത്. അതായത് ഈ ചരിത്രത്തിൻ്റെ ഒരു അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു, ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടം വരെ ഉള്ളത് അന്വേഷിക്കും. ഇവരിപ്പോൾ അന്വേഷിച്ചിരിക്കുന്ന 1949 മുതലാണ്. ഈ പത്രപ്രവർത്തകനായിട്ടുള്ള ശ്രീനിവാസൻ ജയൻ, ഇടതുപക്ഷത്തിൻ്റെ ആള്, BJP എങ്ങനെ തകർക്കാം, രാഷ്ട്രീയ സത്യത്തെ ചരിത്രത്തെയൊക്കെ വളച്ചൊടിച്ച് ചരിത്രത്തെ, അതിൻ്റെ ചാരിത്രത്തെ ഇല്ലാതാക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചരിത്രത്തിൻ്റെ ചാരിത്രം നശിപ്പിച്ച് കളയുന്ന പ്രവൃത്തിയാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാരും മാധ്യമപ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ശ്രീനിവാസൻ ജെയിൻ ചോദിച്ചതാണ് 1949 ശരി, നിങ്ങൾ പറയുന്നു ഇതൊരു ഹിന്ദു ക്ഷേത്രമായതാണെങ്കിലും ഹിന്ദു വിഗ്രഹങ്ങൾ 1949 ഈ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ആ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചത് തെറ്റല്ലേ? ഇതാണ് ചോദ്യം. അതാണ് ഈ ചരിത്രത്തെ രണ്ടായിട്ട് അങ്ങ് തിരിക്കുക. മുസ്ലിങ്ങൾ ആക്രമണം നടത്തുകയും അധിക്ഷേപം നടത്തുകയും ചെയ്ത ആ കാലഘട്ടത്തെ ഇതിൽ നിന്ന് അങ്ങ് ഡീലിംഗ് ചെയ്തിട്ട് സൗകര്യപൂർവ്വം ഹിന്ദുക്കൾ തെറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം എടുത്തു വെച്ചിട്ട് ഇത് തെറ്റല്ലേ? അപ്പോഴാണ് DY ചന്ദ്രചൂഡ്, അദ്ദേഹം ഒരു ന്യായാധിപനാണ്, പൃഥ്വിവാഹനാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് രണ്ട് വശം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ബാബർ വന്നിട്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. നശിപ്പിച്ച് കളയുക, അല്ല വിഗ്രഹം സ്ഥാപിക്കുകയല്ലേ, ക്ഷേത്രം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. 1949 അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവരവിടെ കൊണ്ടുപോയി തങ്ങളുടെ വിഗ്രഹങ്ങളും വെച്ചു. അത് ന്യായമാണ്. തത്വമസി എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എല്ലാ നദികളും ഒരേ കടലിലേക്ക് പോകുന്നു എന്നുള്ള വിശ്വാസമാണ് ഹിന്ദു വിശ്വാസം. അവരുടെ വിശ്വാസത്തിന് മറ്റൊരു മതത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെയും നശിപ്പിക്കാൻ പാടില്ലെന്നുള്ളതാണ് സനാതന ധർമ്മം. അവർക്ക് അവരുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ വിശ്വാസം. അവരെ മതം മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസം. ആ രീതി അനുസരിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് കൂടുതൽ തെറ്റ് ചെയ്തത്? ഒരു മഹാക്ഷേത്രത്തെ നശിപ്പിച്ച് ശ്രീരാമന്റെ ജന്മസ്ഥലമായിട്ടുള്ള പുണ്യസ്ഥലം, അവർക്ക് ഈ ഹജ്ജിന് പോകുന്ന ഈ അബയും അതുപോലെ മദീനയും മെക്കയും ഒക്കെ എങ്ങനെ എത്രമാത്രം പരിശുദ്ധമായിരിക്കുന്നു, അതുപോലെയുള്ള പരിശുദ്ധ ഭൂമി. യെരുശലേം എങ്ങനെ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധമായിരിക്കുന്നു, വിശുദ്ധമായിരിക്കുന്നു, അതുപോലെ വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവരുടെ പള്ളി, യെരുശലേം പോലെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി, വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയെ തച്ചുടച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ഗോപുരങ്ങൾ അതിന് മുകളിൽ ഉയർത്തിയ ആ തെറ്റിനെ ചോദ്യം ചെയ്യുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആര് ചെയ്തിട്ടുള്ളത്? ഹിന്ദുക്കൾ അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഹിന്ദു സന്യാസ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ രാമജന്മഭൂമി ന്യായ പ്രസ്ഥാനവും ഒക്കെ കുഴച്ച് ട്രസ്റ്റ് പിന്നെ ഇപ്പോൾ നിലവിൽ ട്രസ്റ്റാണ് ഭരിക്കുന്നത്, ഗവൺമെൻറ് അല്ല ഭരിക്കുന്നത്. ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യം ഇപ്പോൾ ദീപാവലി വരികയാണ്, ദീപാവലിയുടെ വെളിച്ചം വരികയാണ്. ആ വെളിച്ചം വരുമ്പോഴെങ്കിലും നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ ശരിയാക്കുക മാത്രമാണ് ചെയ്തത്. ആ തരത്തിലുള്ള ഒരു വിധിയാണ്, അതാണ് കോടതി വിധിയുടെ അന്തസത്ത എന്നാണ് ശ്രീനിവാസൻ ജെയിൻ പറയുന്നത്. കോടതി വിധിയിൽ, സുപ്രീം കോടതിയുടെ വിധിയിൽ ഈ പണ്ട് ഇത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, മുമ്പ് തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയുന്നില്ലല്ലോ എന്നാണ് ഈ ശ്രീനിവാസൻ ജെയിൻ. അതും ആ വിധി എഴുതിയ ജഡ്ജിയോട് തന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്താണ് ഇതുപോലൊരു മരമണ്ടൻ പത്രപ്രവർത്തകനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വർഷങ്ങളോളം നടത്തിയ ഖനനങ്ങളുടെ റിപ്പോർട്ടുകൾ മുഴുവൻ എടുത്തു വെച്ചിരുന്നു. സസൂക്ഷ്മം കോടതി വായിച്ചിരുന്നു. അതെടുത്ത് മുഴുവൻ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോടതി വിധി പ്രകാരം സാധാരണഗതിയിലുള്ള വിധികളിൽ നമ്മൾ കാണുന്നത് എക്സിബിറ്റ് നമ്പർ 1, എക്സിബിറ്റ് നമ്പർ 2 അല്ലാതെ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു 10,000-3000 പേജ് വരുന്നത് വിധിയിൽ കൂടി കൂട്ടിച്ചേർന്നാൽ ഉണ്ടാവുന്ന, അത് വായിക്കാൻ ഇപ്പൊ തന്നെ ഒരു വലിയൊരു പുസ്തകത്തിന്റെ അത്രയും ഉണ്ട്. ഇത് വായിച്ചു ദിവസങ്ങളോട് അതിന് ഉചിതമായൊരു മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരും മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ ആ വിധി വായിച്ചിട്ടില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആരാധനാലയം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിത്തറ ആ പഴയ ക്ഷേത്രത്തിൻ്റെ അടിത്തറ തന്നെയാണ്, അതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ പുറത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഇത് നിർമ്മിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ വിധിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സർവേയുടെ ചെയർമാൻ, അതിൻ്റെ മേധാവി എന്ന് KK മുഹമ്മദ് എന്ന് പറയുന്ന കേരളീയനാണ്. ആ കേരളീയൻ തന്നെയാണ് ഇത് സത്യമായിട്ട് പറഞ്ഞ സത്യസന്ധനായ വ്യക്തി. ആ വ്യക്തി തന്നെ തെളിയിച്ചിട്ടുള്ളതാണിത്. എന്നിട്ടാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും പ്രശ്നമില്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾക്കല്ല പ്രശ്നം മുഴുവൻ ഈ ഇടതുപക്ഷത്തിനാണ്. ഇവർ ഈ രാജ്യത്തെ ജനങ്ങളെ, അതായത് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ആ ശൃഗാല തന്ത്രം, അത് ഇനി എത്ര സുപ്രീം കോടതി അല്ല അതിന് മുകളിൽ ഏതെങ്കിലും വിധി ഉണ്ടായാലും ശരി, ഞങ്ങളിത് അനുവദിക്കില്ല, ഞങ്ങളിത് വിട്ടുതരില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതിന്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ അഭിമുഖം. അത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ കുഴിച്ചെടുത്ത് വീണ്ടും ഈ ജഡവസ്തുക്കളെ, അതിൻ്റെ നാറ്റം ജനങ്ങൾക്കിടയിലേക്ക് പരത്തും എന്നുള്ളതിൻ്റെ ഒരു നാറിയ ചോദ്യമാണ് ശരിക്കും ശ്രീനിവാസൻ ജെയിൻ ചോദിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ എല്ലാം മനസ്സിലുണ്ട്, എങ്ങനെ മോദിയെ തകർക്കാം,
ഇന്ത്യയുടെ ഹൈന്ദവികതയെ എങ്ങനെ നശിപ്പിക്കാം, പാരമ്പര്യത്തെ എങ്ങനെ നശിപ്പിക്കാം. അപ്പൊ ഇതൊന്ന് പൊക്കി ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകണം, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഇതല്ലേ ഇവരുടെ നയം? ഇത് തന്നെയാണ് ഇവരുടെ നയം. അതുതന്നെയാണ് ഇപ്പോൾ കാർഗിൽ മേഖലയിലെ ഇന്ത്യയുടെ ദേശീയതയ്ക്കെതിരായിട്ട് ഉള്ള ഒരു പ്രസ്ഥാനം ഉരുവപ്പെട്ടു വരുമ്പോൾ അതിനെ കൈയടിച്ചുകൊണ്ടും അതിനെ ആശ്ലേഷിച്ചുകൊണ്ടും അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടും ചില പത്രങ്ങൾ മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഒരടിയന്തരാവസ്ഥ. ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും നന്നായിട്ട് വാർത്ത വളരെ സത്യസന്ധമായി രണ്ടു പക്ഷവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാള മാധ്യമങ്ങൾ വളരെ ഏകപക്ഷീയമായ അടിച്ചമർത്തലാണ്, ജനങ്ങളുടെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നു, 5 പേരെ ചുട്ടുകൊന്നു, ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ ചമച്ചിരിക്കുന്നത്. അവർക്കൊരു ഹൈഡ്രജൻ ബോംബ് പറ്റാതെ, രാഹുൽ ഗാന്ധിക്ക് പറ്റാത്ത ഒരു ഹൈഡ്രജൻ ബോംബോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബോ നമുക്ക് ഇവിടെ കൊളുത്താൻ കഴിയുമോ എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് ഇടതുപക്ഷ ബുദ്ധിജീവികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.